ولا إله إلا أنت سبحانك إني كنت من الظالمين. പതിവാക്കേണ്ടതും പ്രത്യേകിച്ച് മുഹറമിന്റെ 10 ദിവസങ്ങൾ നിരന്തരമായി ചെല്ലേണ്ടതുമായ ഒരു ദിക്റാണ്. പരിശുദ്ധമായ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതിനാണ് മുഹറമിന്റെ ദിവസങ്ങളിൽ പ്രയാസമുള്ള ആളുകൾ മുമ്പുകാലത്തൊക്കെയും അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള മുറാദ് കരുതിയിട്ട് മുഹറമിന്റെ ആദ്യത്തെ 8 ദിവസങ്ങളിൽ നോമ്പ് നേർച്ചയാക്കിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കടമുള്ള ആളുകൾ ആ കടമൊന്നും വീടി കിട്ടണമെന്ന നിയത്തോടെ, മക്കളില്ലാത്ത ആളുകൾ മക്കളുണ്ടാകണമെന്ന ആ നിയത്ത് വെച്ച് അതുപോലെയുള്ള ഹലാലായ മുറാദുകൾ മനസ്സിൽ കരുതിയിട്ട് മുഹറമിന്റെ ദിവസങ്ങളിൽ നോമ്പ് നേർച്ചയാക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ നേർച്ചയാക്കിയത് കൊണ്ട് അവരുടെ മുറാദുകൾ അല്ലാഹു തആല പൂർത്തിയാക്കിയിരുന്നു എന്നാണ്. അവരുടെ മുറാദുകളൊക്കെ പൂർത്തിയാക്കി കൊടുത്തിരുന്നു ആ നോമ്പ് കാരണമാണ്. അപ്പൊ അത്രയും വലിയ ബർക്കത്തുള്ള ദിവസങ്ങളാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വസ്സഅ ഫീഹി അലാ അഹ്ലിഹി അലാ ഇയാലിഹി വ അഹ്ലിഹി വസ്സഅ അല്ലാഹു അലൈഹി അലാ സാഇരി സനതി. പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യ 10 ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സന്തോഷിപ്പിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാക്കിയാൽ, മക്കളെ സന്തോഷിക്കുന്ന ഒരു ചുറ്റുപാട്, അതുപോലെ ഭാര്യയെ, ഉമ്മയെ, ഉപ്പയെ, കുടുംബങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെ മക്കൾക്ക് സന്തോഷിക്കാനുള്ളത് എന്താണോ അത് കൊടുത്തു, ഭാര്യയെ സന്തോഷിപ്പിക്കാനുള്ളത് എന്താണോ അത് കൊടുത്തു, ഭക്ഷണമാണെങ്കിൽ അങ്ങനെ, വസ്ത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണോ സന്തോഷിപ്പിക്കാനുള്ളത് അത് കൊടുത്തു ഒരാൾ സന്തോഷിപ്പിച്ചാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, അടുത്ത മുഹറം വരുന്നത് വരെ നമ്മുടെ വീടുകളിൽ മുഴുവനും സന്തോഷമായിരിക്കുന്ന, നമ്മുടെ വീടുകളിൽ ഇനി ഏത് മാസം വന്നാലും, ഇനിയിപ്പോ മുഹറം കഴിഞ്ഞ് സഫർ, റബീഉൽ അവ്വൽ അങ്ങനെ തുടങ്ങിയിട്ട് അടുത്ത മുഹറം കടന്നു വരുന്നത് വരെ നമ്മുടെ വീടുകളിൽ സന്തോഷമായിരിക്കുന്ന, അത് പ്രത്യേകമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് മുഹറം 10 ആശുറാന്റെ രാത്രി നമ്മുടെ വീടുകളിൽ പ്രത്യേകമായ ഒരു അവസരം ഉണ്ടാകണം. എല്ലാ ദിവസം പോലെ മുഹറം 10 ആ രാത്രി, ആ ദിവസം, ആ പകല് അതിനെ നാം കാണേണ്ടവരല്ല. നമ്മുടെ മുൻഗാമികളൊക്കെ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ നമുക്കറിയാം, അന്ന് അവർക്ക് കഴിയുന്നത് പോലെയുള്ള എന്തെങ്കിലും മധുരമുള്ള പായസങ്ങളോ മധുരമുള്ള ഭക്ഷണങ്ങളോ പ്രത്യേകമായ ഒരു അവസ്ഥ മുഹറമിന്റെ 10 രാത്രിയിൽ അവർ കാണിച്ചിരുന്നു. എന്നിട്ട് അതൊക്കെയും ഉണ്ടാക്കിയിട്ട് മരിച്ചുപോയ ആളുകൾ ഓർത്ത് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ, അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ഹദിയ ചെയ്യുന്ന ഒരു നിലപാട്, ഒരു ചുറ്റുപാട് മുൻകാലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതൊക്കെയും അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ്. നാം അതിനെ ഹയാത്താക്കേണ്ടവരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്, അലാ ഇയാലിഹി വ അഹ്ലിഹി. സ്വന്തം സന്താനം, സ്വന്തം കുടുംബം, ഞാൻ ചെലവ് കൊടുക്കേണ്ട ആളുകൾ, അവർക്ക് വിശാലത മുഹറമിന്റെ ദിവസത്തിൽ ചെയ്തു കൊടുത്താൽ വരുന്ന 12 മാസങ്ങളും നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ സന്തോഷമായിരിക്കും. അമൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കണം. പ്രത്യേകിച്ച് ഈ പുണ്യമുള്ള ദിവസങ്ങൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളിൽ പ്രത്യേകമായ അമലുകൾ, നോമ്പ്, അതുപോലെ ദിക്റുകൾ, സലാത്തുകൾ, തസ്ബീഹുകൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ കയ്യിൽ അമലില്ല. മുൻഗാമികളുടെ അമല് നോക്കുമ്പോൾ നമ്മുടെ അമലൊന്നുമല്ല. മഹതിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, മഹതിയവരുകൾ ജീവിതത്തിൽ 30 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 30 പ്രാവശ്യം. അതിൽ 20 പ്രാവശ്യം ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് നടന്നിട്ട് ഹജ്ജ് ചെയ്തതാണ്. 20 തവണ ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം 2000-ഓളം കിലോമീറ്റർ ഉണ്ട്. ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് 2000-ഓളം കിലോമീറ്ററുകൾ. അങ്ങനെ 2000-ഓളമുള്ള കിലോമീറ്ററുകൾ 20 തവണ നടന്നിട്ട് പരിശുദ്ധമായ ഹജ്ജ് ചെയ്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. 10 പ്രാവശ്യം വാഹനത്തിൽ കയറിയിട്ടാണ് ഹജ്ജ് ചെയ്തത്. അങ്ങനെ 30 ഹജ്ജ്. നമ്മുടെ കയ്യിൽ എന്താണ്? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഹജ്ജിന് വേണ്ടി പോയാലും, ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി പോയാലും, ഇന്നത്തെ ന്യൂ ജനറേഷൻ, അല്ലെ, ഞാൻ ഒരാൾ പറഞ്ഞു, സാറേ ഇപ്രാവശ്യം ഹജ്ജിന് പോയ ഒരാളെ കുറിച്ച് പോയി അവിടെ ഫോട്ടോ എടുക്കാൻ പോയതാണോ അല്ല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോയതാണോ എന്ന് അറിയുന്നില്ല. എന്തിനു ചോദിച്ചു. എപ്പോഴും ഒക്കെ സാറെ ആളെ പോയിട്ട് ആ സെൽഫി എടുത്തിട്ട് വരുന്ന ഒരു ദിവസം നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ മൊബൈലിലേക്ക് ഒരു 50 ഫോട്ടോ ഡെയിലി വരുന്നുണ്ട്. ആള് പോയതും, ആ കുന്നിൽ കയറിയതും, നാടുന്നതും, കാവൽ നടന്നതും, ആ മതാബിൽ നടന്നതും എല്ലാ സ്ഥലത്തിലും ഫോട്ടോ ആണ്.
ഹജ്ജിന് പോയത് ഫോട്ടോ എടുക്കാനാണോ, സന്തോഷിക്കാനാണോ, ഇബാദത്ത് ചെയ്യാനാണോ എന്നറിയില്ല. അവിടെ പോകുമ്പോ പ്രാർത്ഥിക്കുന്ന എന്താ? പോയത് മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള ഓരോ സെക്കൻഡുകൾ പടച്ചോനെ നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ തോന്നിയതാണല്ലോ. കാരണം ബന്ധു പോകുന്ന ലക്ഷങ്ങൾ ചെലവിച്ചു പോവാൻ. ഹജ്ജിന് പോകാന്ന് പറഞ്ഞാല് പോകാൻ ആഗ്രഹമില്ലാത്ത ആളുകളാരാ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പൈസയാണ്. ഉംറക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത ആളിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പൈസയാണ് പ്രശ്നം. ഇത്രയൊക്കെയും പൈസ ചെലവഴിച്ചിട്ട് പോയിട്ട് അവിടെ ചെയ്യുന്ന നമ്മുടെ അമലെന്താ? ഇതാണ്, സെൽഫിയാണ്, വാട്സപ്പാണ്, മെസ്സേജാണ്, ടിക്ടോക്കാണ്, ഇതാണ്. മഹതിയായ നബി റളിയല്ലാഹു അൻഹ അവിടുത്തെ കാലം, അവിടുത്തെ ആ കാലഘട്ടം 20 പ്രാവശ്യം മക്കയിൽ നിന്ന്, ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2000 കിലോമീറ്റർ താണ്ടിയതും ഇബാദത്തും ഉണ്ടായിരിക്കും, ദിക്റും ഉണ്ടായിരിക്കും, സ്വലാത്ത് ജമീലായിരിക്കും. കാരണം അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. മരിക്കുന്ന സമയത്ത് പോലും ജീവിതത്തിൽ സ്വന്തം കൈകൊണ്ട് അവിടുത്തെ വീടിന്റെ ഉള്ളിൽ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരുപാട് തവണ ഖത്മുൽ ഖുർആൻ ഓതി തീർന്ന മഹദിയല്ലേ നബി റളിയല്ലാഹു അൻഹു. മരണമാകും എന്റെ വീണ്ട് ഓതി അൻആമാനെ, മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗതായാലേ. ആദിയായ നബി റളിയല്ലാഹു അൻഹു ആ മഹാന്മാരുടെ, ആ മഹത്തുക്കളുടെ ജീവിതത്തിന്റെ മുന്നിൽ നമ്മുടെ അമലുകൾ എന്താണ്? ശൂന്യമാണ്, സീറോയാണ്. നാം എന്ത് ചെയ്താലും അത് സീറോയാണ്. കാരണം നമുക്ക് ഇല്ല, നമുക്കൊരു ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ഒരു ഇബാദത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഒരാളുകൾ അങ്ങനെ ചിന്തിച്ചാലാക്കുന്നില്ല. അതിൽ നല്ല നിയത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ ഒരു വക്ത് നിസ്കാരം വേണ്ട. ഏതെങ്കിലും നമ്മുടെ ആയുസ് പറയുമെങ്കിൽ 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് ഈ ആയുസിന്റെ ഏതെങ്കിലും ഒരു വക്ത് നിസ്കാരം തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാനെ മാത്രം ചിന്തിച്ച് ഞാൻ നിസ്കരിച്ചു എന്ന് എന്റെ നെഞ്ചത്തിൽ കൈവച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരു വക്ത് കൊണ്ട് ഒരു റക്അത്ത് അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒന്നും നമ്മുടെ കയ്യിൽ. അങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിച്ചാലും നല്ല നിയത്തോടെ പഠിക്കണം. ഇന്നൊരു ദിവസം നല്ല ഇഖ്ലാസോടെ അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് നിസ്കരിക്കണമെന്ന് വന്നിട്ട് പള്ളിയിൽ വന്നാലും അല്ലെങ്കിൽ വീട്ടിൽ വന്നാലും അതിന് സാഹചര്യമില്ല. എല്ലാ നിയത്തോടെ നിസ്കരിച്ചിട്ടുണ്ടാവും. അപ്പുറത്തെ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും, നമ്മളത് പോയി അതിനൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പുറത്തെ മൊബൈലിൽ ഇതായി നമ്മുടെ നിസ്കാരം അള്ളാഹ് നീയത്ത് പോയാണ്. കാരണം ശബ്ദം വന്ന് അലങ്കോലപ്പെട്ട് ആ രൂപത്തിലുള്ള നിസ്കാരം നമ്മുടെ നിസ്കാരം നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പറ്റുന്നില്ല. ഇന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വസ്തുതാണ് ഈ ഫാൻ എന്ന് പറയുന്നത്. ഫാൻ ഇടാൻ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഇല്ല. ഫാൻ ഇട്ടാലോ ഭയങ്കര വിശ്വാസമാണ്. അതിന്റെ ശബ്ദം ഇതിന്റെ ശബ്ദം കുറെ കാലം മുമ്പ് ഇതെന്താ അവരുടെ നിസ്കാരം എന്തൊരു ആദ്യത്തെ നിസ്കാരം മുമ്പ് ഫാനൊന്നും നിശബ്ദതയുടെ നിസ്കാരം, സൈലന്റിന്റെ നിസ്കാരം. ഒരു കോലാഹലങ്ങളോ ഒരു വാഹനങ്ങളോ ഒരു മൊബൈലോ ഒരു ലിങ്കോ ഉണ്ടാ ഒന്നുമില്ല. ഇപ്പൊ വന്ന ഇതോടുകൂടിയിട്ട് ആത്മാർത്ഥതയുള്ളവരുടെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്നു. ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണമെന്ന് ചിന്തിച്ചവന്റെ ആ ഇഖ്ലാസ് അതില്ലായ്മ ആയി പോകുന്നു. മോഹിനികള് അങ്ങനെയാണ് പറഞ്ഞു വന്നത്. ബഹുമാനമുള്ള ആദരവുള്ള അമലുകൾക്ക് ഒരുപാട് പ്രതിഫലമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര ഇപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ദിവസം, വാറോണിന്റെ 4ാമത്തെ ദിവസം, വാരം തുടങ്ങി 4ാമത്തെ ദിവസം. ആയുസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവ കിട്ടുന്ന സമയങ്ങൾ അമലുകളിലായി നാം ചെലവഴിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും കുടുംബത്തിനും സന്തോഷിപ്പിക്കുന്ന ഒരു ചുറ്റുപാട്, അവർക്ക് കുളിർമ നൽകുന്ന ഒരു ചുറ്റുപാട്, ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ എന്താണെങ്കിലും അതൊക്കെ ചെയ്തു കൊടുത്ത് 11 കൊല്ലത്തിലേക്കുള്ള ഒരു അഡ്വാൻസായി അല്ലാഹുവിന്റെ വിശാലത കൈപ്പറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും നാം വിയർപ്പൊലിക്കുന്നതും ഉറക്കൊലിക്കുന്നതും മഴയിൽ നനയുന്നതും തണുപ്പ് കൊള്ളുന്നതും ഗൾഫിലുള്ള പ്രവാസികളൊക്കെ പറയുന്നുണ്ട്, ഒരു 2 മിനിറ്റ് പോലും പുറത്തിറങ്ങിയിട്ട് നടക്കാൻ പറ്റുന്നില്ല, തലകറങ്ങുന്നുണ്ട്. കാരണം അവിടുത്തെ ശക്തമായ ചൂടാണ്. അതൊക്കെയും അവർ അനുഭവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടിയിട്ട്. കുറച്ചോനെ എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ ഒക്കെ. പടച്ചവനെ ഓരോരുത്തരുടെ അധ്വാനം പടച്ചവനെ അത് ചെറുതല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞത്, നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഒരു
ഊരുള്ള ഭക്ഷണം നിന്റെ ഉമ്മാന്റെ വയറ്റിലേക്ക് വായയിലേക്ക് നീ ഇട്ടുകൊടുക്കുമ്പോൾ പ്രതിഫലമായി നിനക്ക് നൽകുന്നത് ഓരോ ഉരുടക്ക് പകരം ഓരോ സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ചു വളർത്തോനെ. ആയുസ് കാലത്തിൽ ഒരുപാട് കാലങ്ങളായി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം, നമ്മുടെ ഭാര്യമാർക്ക് ഭക്ഷണം, ഉമ്മാക്ക് ഭക്ഷണം ഞങ്ങൾ വളർത്തോനെ ഉരുളയായി ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഭക്ഷണത്തിന്റെ സംവിധാനങ്ങൾ നാം ചെയ്തു കൊടുക്കുന്നവരാണ്. പകരം സ്വർഗമല്ലെങ്കിലും ആ സ്വർഗത്തിന്റെ എന്തെങ്കിലും ഒരു സന്തോഷം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ. അതിന് പകരം നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കല്ലോ, നരകത്തിന്റെ ആ അടുത്തേക്ക് പോലും ഞങ്ങളെ നീ എത്തിക്കല്ലോ റഹ്മാനെ. പടച്ചോനെ, ഇന്നത്തെ ദിവസം അതിന്റെ നല്ല ഒരു ദിവസം പടച്ചോനെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ പുതിയ ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ബർക്കത്തിന് വേണ്ടി പ്രത്യേകിച്ച് ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്തു. യാ അല്ലാഹ്, നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വലിയ പ്രതീക്ഷയോടെയാണ് മുഹറമിന്റെ നല്ല ഒരു ദിവസം അല്ലാഹുവേ അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ആ പ്രതീക്ഷ നീ കളവാക്കല്ലേ. ഉദ്ദേശിച്ചതിനേക്കാളും വലിയ സന്തോഷവും വലിയ ബർക്കത്തും അദ്ദേഹത്തിന് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ സദസ്സിൽ ഒരുപാട് രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പടച്ചോനെ, നമ്മുടെ നാട്ടിലുണ്ട്, പ്രവാസികളായ ഒരുപാട് കമ്പനികളിലുണ്ട്. എല്ലാവരുടെ കച്ചവടത്തിനും വലിയ വിജയം നൽകണേ അല്ലാഹ്, വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അവർ ചെയ്യുന്ന കച്ചവടം മുഖേന അവരുടെ എല്ലാ സ്വപ്നങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ ബേജാറായ ആളുകൾ ഹയമായ ജോലിയുടെ വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടലിലും കരയിലും അധ്വാനിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഓരോ സെക്കൻഡുകളിലും നിന്റെ പ്രത്യേകമായ ഇഫ്ള് നൽകണേ പടച്ചോനെ. അല്ലാഹുവേ പടച്ചോനെ, മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ മുഹറമിന്റെ നല്ല നല്ല ദിവസങ്ങളിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, കുടുംബങ്ങളുണ്ട്, സ്നേഹിതന്മാരുണ്ട് പടച്ചോനെ. അവരാരാ, അവരുടെ ഖബറിന്റെ അഹ്വാല് നിനക്കറിയാം. എല്ലാവർക്കും സ്വർഗവും സ്വർഗത്തിൽ ഉയർന്ന പദവിയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد.